എല്ലാവർക്കും നമസ്കാരം. ഏറെ ആദരണീയായ അധ്യക്ഷ ഡോക്ടർ എൻ രേണുക, എനിക്ക് മുമ്പ് സംസാരിച്ച ഏറെ ആദരണീയനായ തോമസ് മാത്യു മാഷ്, EP രാജഗോപാലൻ മാഷ്, സദസ്സിലുള്ള ഏറെ ബഹുമാന്യരായ അബൂബക്കർ മാഷ്, ഞാൻ ഏറെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഏറെ പ്രിയപ്പെട്ട അശോകൻ ചെരുവിൽ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ബഹുമാന്യരായ എൻ്റെ ആത്മസഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. കേരള ചരിത്രവും ജാതി ചരിത്രവും, PK ബാലകൃഷ്ണൻ്റെ വിശകലനങ്ങൾ എന്നതാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു സംസ്കൃത സാഹിത്യത്തിൽ, പ്രത്യേകിച്ച് സംസ്കൃത സാഹിത്യത്തിലെ ചരിത്ര കാവ്യമെന്നറിയപ്പെടുന്ന കൽഹണൻ്റെ രാജതരംഗിണിയിൽ ഒരു ചരിത്രം എഴുതുന്ന ഒരു കവി എങ്ങനെയായിരിക്കണമെന്നത് സംബന്ധിച്ച് കൽഹണൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ശ്ലാഘ്യസേവ ഗുണവാൻ രാഗദ്വേഷ ബഹിഷ്കൃതഃ ഭൂതാർത്ഥ കഥനേയസ്യ സ്തേയസ്യേവ സരസ്വതി എന്ന് കൽഹണൻ രാജതരംഗിണിയിൽ പറയും. അതായത്, ഒരാൾ ചരിത്രം എഴുതുമ്പോൾ സ്നേഹത്തിൻ്റെയോ ദ്വേഷത്തിൻ്റെയോ പ്രേരണയ്ക്ക് ഒട്ടും വശംവദനാകാതെ ഒരു ന്യായാധിപൻ്റെ വിധിവചസ് പോലെ ഗതകാല സംഭവങ്ങളെ രേഖപ്പെടുത്തുന്ന മഹാമനസ്കനായ ഒരു കവി മാത്രമേ ശ്ലാഘ അർഹിക്കുന്നുള്ളൂ എന്ന് കൽഹണൻ രാജതരംഗിണിയിൽ എഴുതുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം നമുക്ക് ഈ സംഭാഷണത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി വ്യക്തമാവും. ജാതി വ്യവസ്ഥയെയും കേരള ചരിത്രത്തെയും മുൻനിർത്തിയുള്ള PKBയുടെ ആധികാരികമായ പഠനം അതുവരെയുള്ള ചരിത്ര പഠനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുകയും തൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും അവതരിപ്പിക്കാൻ അനന്യസാധാരണമായ ധൈര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ചരിത്രകാരനാണ് എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവിടെ സ്നേഹത്തിൻ്റെയോ ദ്വേഷത്തിൻ്റെയോ മുൻവിധികൾ PKBയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിൻ്റെ ചരിത്ര നിരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ ചരിത്ര പഠനങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കൃതികളാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടതായിട്ടുള്ളത്. അതിലൊന്ന്, ഈ ഇവിടുത്തെ ചർച്ചാ വിഷയത്തിലെ ശീർഷകം സൂചിപ്പിക്കുന്നത് പോലെ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മാഗ്നം ഓപ്പസ് ആയിട്ടുള്ള ഒരു വർക്ക്. രണ്ട്, ടിപ്പു സുൽത്താനെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ആധികാരികവും വിപുലവുമായ പഠനം. യഥാർത്ഥത്തിൽ സമകാലിക കേരള പഠനത്തിൽ കേരള ചരിത്രത്തെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കുന്ന ഒരാൾക്ക് ഒഴിവാക്കാനാവാത്ത രണ്ട് പഠനങ്ങളാണ് PK ബാലകൃഷ്ണൻ്റെ ഈ രണ്ട് പഠനങ്ങൾ. ഈ രണ്ട് പഠനങ്ങൾ വായിക്കാതെ കേരള ചരിത്രത്തെ സംബന്ധിച്ച് ഒരു ധാരണ തന്നെ നമുക്ക് രൂപീകരിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് നമുക്ക് ആമുഖമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ വളരെ അടുത്ത കാലത്ത് വിജയനാഥിനെ പോലെയുള്ള ചരിത്ര പണ്ഡിതർ, പുരാണാസ് ആൻഡ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്ന വളരെ ആധികാരികമായ പഠനം എഴുതിയ വിജയനാഥ്, അവർ വളരെ അടുത്ത കാലത്ത് നടത്തുന്ന ഒരു നിരീക്ഷണം, എങ്ങനെയാണ് തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആരാധനാ മൂർത്തികളെ ബ്രാഹ്മണ്യം സ്വാംശീകരിക്കുന്നത് എന്നത് സംബന്ധിച്ച് പുരാണാസ് ആൻഡ് അക്കൾച്ചറേഷനിൽ വളരെ വിപുലമായി ചരിത്ര പണ്ഡിതയായ വിജയനാഥ് ഈ വിഷയത്തെ ആഴത്തിൽ സമീപിക്കുന്നുണ്ട്. വിജയനാഥ് ഈ വിഷയത്തെയൊക്കെ സമീപിക്കുന്നതിന് എത്രയോ മുൻപ് ഇക്കാര്യത്തെ സംബന്ധിച്ച് ആഴത്തിലുള്ള സൂക്ഷ്മ നിരീക്ഷണങ്ങൾ PK ബാലകൃഷ്ണൻ നടത്തുന്നു എന്നുള്ളത് നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കേണ്ടി വരും. അദ്ദേഹം എഴുതുന്നു,
വൻ വൃക്ഷങ്ങൾക്ക് കീഴിൽ ക്ഷുദ്രമായ ബിംബങ്ങൾ വെച്ച് അവയെ ആരാധിക്കുന്ന ട്രൈബൽ കേന്ദ്രങ്ങളിൽ ധർമ്മതത്വോദ്ബോധനം നടത്തുന്ന രീതിയിൽ ട്രൈബുകളോടും അവരുടെ വിശ്വാസചര്യകളോടും പൊരുത്തപ്പെട്ടിട്ടുള്ള കർമ്മമാർഗം ബുദ്ധഭിക്ഷുക്കൾ കൈക്കൊണ്ടതിൻ്റെ തെളിവാണ് ട്രൈബൽ ടോട്ടമിക് വൃക്ഷാരാധനാ കേന്ദ്രമായ ചൈത്യങ്ങളുടെ തന്നെ പേര് ബുദ്ധമതത്തിൻ്റെ ആരാധനാ കേന്ദ്രങ്ങൾക്കും ഉണ്ടായത് എന്ന് പി കെ ബാലകൃഷ്ണൻ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ചൈത്യങ്ങളെയും വൃക്ഷങ്ങളെയും ആരാധനാ സ്ഥാനങ്ങളെയുമാണ് പിൽക്കാലത്ത് ഇന്ത്യൻ ബ്രാഹ്മണ്യം സ്വാംശീകരിച്ച് ക്ഷേത്ര സങ്കല്പങ്ങളാക്കി മാറ്റിയെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് പി കെ ബിയുടെ ആഴത്തിലുള്ള സൂക്ഷ്മ ദർശനം എത്രമേൽ പ്രാധാന്യമുള്ള ഒന്നാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. കാരണം കേരളത്തെ സംബന്ധിച്ച് തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾ, ആ ആരാധനാ കേന്ദ്രങ്ങളെ ബുദ്ധിസം കേരളത്തിലേക്ക് വരുമ്പോൾ ആ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളെ പരിഗണിച്ചുകൊണ്ട്, ജനാധിപത്യപരമായി പരിഗണിച്ചുകൊണ്ട് അതിനെ കൂടി ഉൾച്ചേർത്തുകൊണ്ടാണ് ബുദ്ധതത്വങ്ങൾ കേരളീയ ജനതയിലേക്ക് ഇറങ്ങി വന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു ആശയത്തെ ഇവിടെ വളരെ കൃത്യമായി അദ്ദേഹം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. തന്നെയല്ല, ഈ അടുത്ത കാലത്തായിട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ വേടൻ എന്ന് പറയുന്ന റാപ്പ് ഗായകനെ മുൻനിർത്തിയുള്ള വിപുലമായ സംഘർഷ സംവാദങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ കേരളത്തിലെ പ്രമുഖയായ ഒരു ഹിന്ദുത്വവാദിനി പറഞ്ഞത്, ദളിതർ പാടേണ്ടതായിട്ടുള്ള ചില പാട്ടുകളുണ്ട്, ഗോത്ര സംഗീതമുണ്ട്, റാപ്പ് എന്നു മുതലാണ് ദളിതരുടെ കലയായി മാറിയത്, അതൊക്കെ ഇവർ പാടാമോ എന്ന് ചില ആളുകൾ ചോദിക്കുകയുണ്ടായി. അവരുടെ ദൃഷ്ടിയിൽ ഈ നാട്യശാസ്ത്രം പറയുന്ന മോഹിനിയാട്ടവും അല്ലെങ്കിൽ കഥകളിയും കൂത്തുമൊക്കെയാണ് സെക്യുലറായ കലകൾ. അതൊക്കെ വളരെ സെക്യുലറാണ്. കഥകളി സെക്യുലർ, മോഹിനിയാട്ടം സെക്യുലർ, ഭരതനാട്യം സെക്യുലർ, എല്ലാം വളരെ സെക്യുലറാണ്. പക്ഷെ ഇത് മാത്രം സെക്യുലർ അല്ല. പി കെ ബാലകൃഷ്ണൻ എഴുതുന്നു, കേരളത്തിലെ പരമ്പരാഗത ദൃശ്യകലാരൂപങ്ങൾക്കോരോന്നിനും നിയതവും നീക്കുപോക്കില്ലാത്തതുമായ ജാതി വേഴ്ചയുണ്ട്. യാത്രാക്കളി നമ്പൂതിരിമാരുടെ കലയാണ്. അക്കളി രഹസ്യമായിട്ടെങ്കിലും ഒന്ന് കളിച്ചു നോക്കാമെന്ന് ഒരു ചാക്യാരും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരിക്കയില്ല. കൂത്തും കൂടിയാട്ടവും സവർണക്ഷേത്രങ്ങളോട് ബന്ധിച്ചവയും ചാക്യാർ ജാതിയിലെ പുരുഷന്മാർക്കും നമ്പ്യാർ ജാതിയിലെ സ്ത്രീകൾക്കും സംയുക്തമായി മാത്രം പരീക്ഷിക്കാവുന്ന കലാവിദ്യയാണ്. നങ്ങ്യാർക്ക് പകരം ചാക്യാരുടെ സ്വന്തം സ്ത്രീജനങ്ങൾക്ക് അതിൽ പങ്കില്ല, പാടില്ല എന്നെഴുതുന്നുണ്ട്. ഇപ്പം നമ്മൾ വിചാരിക്കും ഇതൊരു പഴയ കാലമാണ്, ഇത് പഴയ കാലത്തെ ചില കാര്യങ്ങളാണ് പറയുന്നത്, പുതിയ കാലത്തിന് ഇതിലെന്ത് ബന്ധം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പുതിയ കാലത്തിലും പി കെ എഴുതിയ കാര്യത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് തൃശ്ശൂരിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ സംഭവവികാസങ്ങൾ തെളിയിക്കും. കാരണം ഇപ്പോഴും അവിടെ കൂത്തും കൂടിയാട്ടം അവതരിപ്പിക്കാൻ ചാക്യാർ സമുദായത്തിൽപ്പെട്ട ചില പ്രത്യേക സവർണ ജാതികൾക്ക് മാത്രമേ ഇപ്പോഴും തൃശ്ശൂരിലെ കൂടൽമാണിക്യത്തിൽ കഴിയൂ എന്നുള്ളത് നമ്മൾ കൊണ്ടു നടക്കുന്ന മതേതരത്വം എത്രമാത്രം കാപട്യമാർന്നതാണ് എന്നാണ് തെളിയിക്കുന്നത്. ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് വലിയ സെക്കുലർ യോഗമൊക്കെ കാണും, പക്ഷേ കൂത്തും കൂടിയാട്ടവും നടത്തുന്ന ഒറ്റ ദളിതരെയും എവിടെ കേറ്റില്ല, കൂത്തമ്പലത്തിൽ കേറ്റില്ല എന്ന പിടിവാശിയുമായി നടക്കുന്ന ആളുകളെ നമുക്ക് കാണാമെന്നുള്ളതാണ്. അവിടെയാണ് പി കെ ബാലകൃഷ്ണൻ്റെ ആ നിരീക്ഷണം എത്രമാത്രം ആഴത്തിൽ നമ്മുടെ സമൂഹത്തിൽ വേരൂന്നിയിരിക്കുന്ന ജാതി വേഴ്ചയുടെ ആഴം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമുള്ളത്, അത് കേരളത്തിലെ ചില ചരിത്രകാരന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്, കേരളത്തിലേക്ക് ഈ വാസ്തുവിദ്യയെ സംബന്ധിച്ച അറിവ് രൂപങ്ങൾ കൊണ്ടുവന്നത് കേരളത്തിലേക്ക് വന്ന ആര്യബ്രാഹ്മണരാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാദം. അവരാണ് കേരളത്തിൽ വാസ്തുവിദ്യ കൊണ്ടുവന്നത്, അവരാണ് കേരളത്തിൽ ജ്യോതിഷം കൊണ്ടുവന്നത്. അവരുടെ അറിവ് കൊണ്ടാണ് ഇവിടുത്തെ പുലേരും പറയരും ഒക്കെ കൃഷി ചെയ്യാൻ തുടങ്ങിയത് എന്ന് കേരളത്തിലെ ബ്രാഹ്മൺ സെറ്റിൽമെൻറ്റ്സ് ഇൻ കേരള എഴുതിയവരും കേരള ചരിത്രം 1-2 ഭാഗം എഴുതിയ രാജൻ ഗുരുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ
എഴുതി തയ്യാറാക്കി എന്നുള്ളതാണ്. പി കെ ബാലകൃഷ്ണൻ എഴുതുന്നു, 9-ാം നൂറ്റാണ്ടിന് മുമ്പ് മാത്രമല്ല പിന്നീടും സാരമായ ഒരു കാലത്തേക്ക് കല്ലും മരവും ഉപയോഗിച്ചുള്ള സ്ട്രക്ചറൽ നിർമ്മിതികൾ കേരളത്തിൽ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ശില്പശാസ്ത്ര കണക്കനുസരിച്ച് ചിട്ടപ്പെടുത്തിയ മരം കൊണ്ടുള്ള സ്ട്രക്ചറൽ നിർമ്മിതികളും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതുകൊണ്ട് നാം ധരിക്കേണ്ടി വരുന്നത്. ഈ നിരീക്ഷണം കൂടുതൽ ആഴത്തിൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ അദ്ദേഹം എഴുതുന്ന ആ പേജിലെ അവസാനം, സ്ഥലകാല വീഴ്ചയില്ലാത്ത ചരിത്ര സങ്കല്പങ്ങൾ എന്ന ഭാഗത്തിൽ പേജ് അവസാനിക്കുമ്പോൾ അദ്ദേഹം എഴുതുന്നു, കേരളത്തിലെ ആശാരിമാർ ജോലി ചെയ്യുന്ന രീതി നമ്പൂതിരിമാർ പഠിച്ച് ആ പ്രായോഗിക ജ്ഞാനത്തിന് അനുമാനപരമായ പുതിയ മാനങ്ങൾ നൽകി ഈ തച്ചുശാസ്ത്ര നിബന്ധങ്ങൾ അവർ തയ്യാറാക്കിയെന്ന് കേരളീയ ജാതി സമൂഹം എന്തെന്നറിയുന്നവർ പറയുകയില്ല. വസ്തുത അതല്ലെന്ന് മനുഷ്യാലയ ചന്ദ്രികയുടെ ഗദ്യവിവർത്തനമായ ഗൃഹനിർമ്മാണ പദ്ധതിയിൽ ആകൃതിയുടെ പ്രയോജനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് എഴുതി ചേർത്തിട്ടുള്ള അഭിപ്രായം കൊണ്ടും കാണാം. അപ്പം ഇങ്ങനെ എഴുതുന്നുണ്ട്. കാണിപ്പയ്യൻ്റെ വാക്യം അദ്ദേഹം ഉദ്ധരിക്കുന്നു, തച്ചുശാസ്ത്രം കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടവരും ചെയ്യുന്നവരും ആശാരിമാരാണല്ലോ. ഇവരാണെങ്കിൽ മലയാള പദ്യങ്ങൾ പോലും തെറ്റുകൂടാതെ ഉച്ചരിക്കാൻ കഴിയാത്തവരുമാകുന്നു. ശാസ്ത്രപരിചയമില്ലെങ്കിലും നിത്യപരിചയം കൊണ്ടും ശാസ്ത്രവിരോധം കൂടാതെ തന്നെ സാധാരണ കൃഷിക്കാർ അവരുടെ ജോലി നിർവഹിക്കുന്നത് പോലെ തന്നെ ഈ ആശാരിമാരും പാരമ്പര്യമായ പരിശീലനം കൊണ്ട് മാത്രം ഒരുവിധം തെറ്റുകൂടാതെ അവരുടെ ജോലി നിർവഹിക്കുന്നുണ്ട് എന്നാണ് കാണിപ്പയ്യൂർ എഴുതുന്നത്. അതായത് നമ്മളിപ്പോൾ പൊതുവെ ആഴത്തിലുള്ള ചരിത്രശാസ്ത്രപരമായ തെളിവുകളും ചരിത്ര പഠനങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജ്യോതിഷ സംബന്ധമായ അറിവ് രൂപങ്ങളാകട്ടെ, വാസ്തുവിദ്യയെ സംബന്ധിച്ച അറിവുകളാകട്ടെ, ഇതൊക്കെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ അറിവ് രൂപങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഈ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ അറിവ് രൂപങ്ങളെ പൗരോഹിത്യ ബ്രാഹ്മണ്യം സംസ്കൃത ഭാഷയിലാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രം ആ അറിവ് രൂപം ബ്രാഹ്മണരുടേതായിട്ട് മാറുമോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത്. അദ്ദേഹം PKB പറയും, ഈ ഗൃഹശില്പതന്ത്രവും ക്ഷേത്രശില്പതന്ത്രവും 9-ാം നൂറ്റാണ്ടിന് ഏറെ അപ്പുറമല്ലാത്ത കാലത്ത് ഇവിടെ അധിനിവേശിച്ച ഏതോ നവവിഭാഗത്തിൻ്റെ ശീലത്തിൽ നിന്നും വൈഭവത്തിൽ നിന്ന് രൂപം കൊണ്ടതും അവർ ഇവിടെ ക്രമീകരിച്ചുണ്ടാക്കിയ ജാതിഗ്രാമ വ്യവസ്ഥയുടെ പ്രത്യേകത മൂലം തൊഴിൽ പരീക്ഷിക്കേണ്ട കൈകളിലേക്ക് പല ശതാബ്ദങ്ങൾക്ക് ശേഷം മാത്രം കൈവകരാനായതുമായ ശില്പതന്ത്രമാവണം എന്ന സത്യവും ഇവിടെ നമ്മെ അഭിമുഖീകരിക്കുന്നു എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. അതായത് ഈ അറിവിന് ഒരു വലിയ രൂപപരിണാമം വാസ്തുവിദ്യ സംബന്ധിച്ച അറിവുകൾക്ക് തന്നെ സംഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പണിയെടുത്തത് മൊത്തം ആരാണ്? കല്ലിൽ കൊത്തിയതാരാണ്? പാടത്തിറങ്ങി പണിതതാരാണ്? അതൊക്കെ അധ്വാനവർഗ ജനവിഭാഗങ്ങളാണ്. പക്ഷേ ഈ അറിവിനെ ബ്രാഹ്മണ്യം സംസ്കൃതത്തിലാക്കിയതിനു ശേഷം അതിൻ്റെ ആശയാവലികൾ തിരിച്ചെങ്ങോട്ട് തന്നെ ചെല്ലുന്നു? ഈ സമൂഹത്തിലേക്ക് തന്നെ രൂപപരിണാമത്തിന് ശേഷം പ്രവഹിക്കുക. ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. ഇപ്പം മനുഷ്യാലയ ചന്ദ്രികയിൽ വാസ്തുവിദ്യാ സംബന്ധമായ ആശാരിമാരുടെയും മൂശാരിമാരുടെയും കല്ലന്മാരുടെയും കൊല്ലന്മാരുടെയും ഒക്കെ അറിവ് രൂപങ്ങളെ സ്വാംശീകരിക്കുന്നുണ്ട്. ഈ അറിവ് രൂപങ്ങളെ സ്വാംശീകരിച്ചതിന് ശേഷം ബ്രാഹ്മണ്യം അതിൻ്റെ അച്ചിലിട്ടിതിനെ വാർക്കുന്നത് എങ്ങനെയാണ്? ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. മനുഷ്യാലയ ചന്ദ്രികയിൽ ഭൂമി, ഒരാൾ എങ്ങനെ ഭൂമി തിരഞ്ഞെടുക്കണം എന്നതിനെ സംബന്ധിച്ച് മനുഷ്യാലയ ചന്ദ്രിക വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ബ്രാഹ്മണർക്ക് ചില പ്രത്യേക നിറമുള്ള ഭൂമി, ക്ഷത്രിയർക്ക് ചുവന്ന ഭൂമി, ശൂദ്രർക്ക് കറുത്ത നിറമുള്ള ഭൂമി, ഇങ്ങനെ ആയിരിക്കണമെന്നാണ് മനുഷ്യാലയ ചന്ദ്രികയിൽ പറയുന്നത്. തന്നെയല്ല, മനുഷ്യാലയ ചന്ദ്രിക ശക്തമായ താക്കീത് നൽകുന്നുണ്ട്. വാസ്തു സംബന്ധമായ സ്ഥാനം നോക്കേണ്ടതിനും മറ്റു കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കേണ്ടത് ഒരു ബ്രാഹ്മണൻ മാത്രമായിരിക്കണമെന്നാണ് മനുഷ്യാലയ ചന്ദ്രിക പറഞ്ഞു വെക്കുന്നത്. നോക്കൂ, പണിതുകൊണ്ടിരുന്നത് ആരാണ്? ആശാരി. പക്ഷെ അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് പിന്നെ ആര് വന്നു? ബ്രാഹ്മണർ വന്നു. ഈ ഒരു രൂപപരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ രൂപപരിണാമത്തെ സംബന്ധിച്ച് PKB ആഴത്തിലുള്ള ചില നിരീക്ഷണങ്ങൾ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന് പറയുന്ന പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തന്നെയല്ല, നമ്മുടെ കേരള ചരിത്രത്തെ സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ച ചരിത്രകാരന്മാർ ഏറെക്കാലം ചുറ്റിക്കറങ്ങിയത് കേരളോൽപ്പത്തിയും കേരള മഹാത്മ്യത്തിനും ചുറ്റുമാണ്. അതിനു ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ട് കേരളം ഉണ്ടായത് പരശുരാമൻ മഴുവെറിഞ്ഞാണ് എന്ന്
ആ കഥയുടെ പിന്നാലെ പോയി യഥാർത്ഥത്തിൽ പരശുരാമ മിത്തിനെ കേരള ചരിത്രത്തിൻ്റെ ഭൂമികയിൽ സ്ഥാപിക്കാനാണ് നമ്മുടെ കേരളത്തിലെ ചരിത്രകാരന്മാർ പല നിലയ്ക്ക് പരിശ്രമിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ആ പരശുരാമ മിത്തിനെ സംബന്ധിച്ചൊരു അഭിപ്രായം പി കെ ബാലകൃഷ്ണൻ പറയുന്നു. കേരളോൽപ്പത്തിയും കേരള മഹാത്മ്യവും സ്വാർത്ഥ ബുദ്ധിയോടെ നമ്പൂതിരിമാർ ചമച്ച കെട്ടുകളതാണെങ്കിൽ കൂടിയും മേൽപ്പറഞ്ഞ കാലം അത്രയും ഭൂമിയുടെ ജന്മാവകാശം നമ്പൂതിരിമാർക്കായിരുന്നുവെന്ന നഗ്നമായ സത്യം സത്യമല്ലാതാവുന്നില്ല എന്ന് പി കെ ബാലകൃഷ്ണൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഒരു സൂക്ഷ്മമായ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റു നാടുകളിൽ ക്ഷത്രിയ രാജാക്കന്മാർ ധാരാളം ദാനങ്ങൾ ബ്രാഹ്മണർക്ക് നൽകിയപ്പോൾ കേരളത്തിലെ നമ്പൂതിരിമാർക്ക് ക്ഷത്രിയ രാജാക്കന്മാർ വിപുലമായ ദാനം നൽകാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം പി കെ അന്വേഷിക്കുന്നുണ്ട്. കാരണം നമ്മൾ സന്ധ്യയ്ക്ക് ചൊല്ലുന്നൊരു നാമസങ്കീർത്തനം ഉണ്ടല്ലോ, രാമരാമ പാഹിമാം മുകുന്ദരാമ പാഹിമാം, ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമ പാഹിമാം. കാരണം രാജാക്കന്മാരൊന്നും ദാനം കൊടുക്കേണ്ട ആവശ്യമില്ല ബ്രാഹ്മണർക്ക്. കാരണം അതിനു മുമ്പ് തന്നെ പരശുരാമൻ വന്ന് കേരളം മുഴുവൻ ആർക്ക് കൊടുത്തു കഴിഞ്ഞു? ബ്രാഹ്മണർക്ക് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ക്ഷത്രിയ രാജാക്കന്മാർക്ക് പോലും ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കേണ്ടതില്ലാത്ത സ്ഥിതിവിശേഷം കേരളത്തിൽ സംജാതമായതിൻ്റെ അവസ്ഥാവിശേഷമാണ് ഈ സന്ധ്യയ്ക്ക് ചൊല്ലുന്ന നാമസങ്കീർത്തനത്തിൽ തന്നെ നാം കാണുന്നത്. അപ്പം അദ്ദേഹം പറയുന്നു, കേരള രാജാക്കന്മാരുടെ ഔദാര്യം ഒരിക്കലും നമ്പൂതിരി ബ്രാഹ്മണർക്ക് ആ നിലയ്ക്ക് സ്വീകരിക്കേണ്ടി വന്നില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം പറയും, കേരളത്തിൽ മാത്രം രാജാവ് ഉൾപ്പെടെ യാതൊരുത്തനും ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്യാതിരുന്നത് പൊതുവെ പറയുമ്പോൾ ഭൂമി അത്രയും ബ്രാഹ്മണൻ അധീനമായിരുന്നു എന്ന സ്ഥിതിവിശേഷത്തിന് തെളിവായി കരുതേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പി കെ ബി ഇവിടെ നിരീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. തന്നെയല്ല, അദ്ദേഹം കേരളീയ ജാതി സമൂഹവും ഭാഷാചരിത്രവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടി അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിലെ ഭാഷാ പ്രയോഗം അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ ഫ്യൂഡൽ നാടുവാഴി ശ്രേണീകരണ വ്യവസ്ഥയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം പറയും, കാർഷിക ഗ്രാമജാതി സമ്പദ്ഘടനയിൽ നിഷ്ഠമായ കേരളത്തിലെ ജാതി വ്യവസ്ഥിതിയും മലയാള ഭാഷയും ഒരേ സാമൂഹ്യ പരിണാമ പ്രക്രിയയുടെ ഭാഗമായി സമാന്തരമായി നടന്ന കാര്യങ്ങളാണ് എന്ന് പി കെ ബാലകൃഷ്ണൻ നിരീക്ഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു സൂക്ഷ്മ അവതരണം ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യത്തെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയും, ആ വാക്യം ഇങ്ങനെ ഉദ്ധരിക്കാം: നമ്പൂതിരിയോട് സംസാരിക്കുന്ന നായരുടെ മലയാള ഭാഷയിൽ ഞാൻ എന്ന പദമില്ല, അടിയൻ എന്ന പദം മാത്രമേ ഉള്ളൂ. നമ്പൂതിരിയുടെ മുമ്പിലുള്ള നായർ താമസിക്കുന്നത് വീട്ടിലല്ല, കുപ്പാടിയിലാണ്. ആ നായർ യാതൊന്നും കുടിക്കുന്നില്ല, അവർ എല്ലാം മോന്തുകയാണ് നടപടി. അവർ തിന്നുന്നത് അരിയല്ല, കല്ലരിയാണ്. അവരുടെ കയ്യിലുള്ള പണം ഉറുപ്പികയല്ല, ചെമ്പുതുട്ടാണ്. അവർ ഉടുക്കുന്നത് തുണിയല്ല, പഴംതുണിയാണ്. അവർ ദേഹശുദ്ധി വരുത്തുന്നത് കുളിച്ചിട്ടല്ല, നനഞ്ഞിട്ടാണ്. നായർക്ക് പൊതുവായ ഭക്ഷണമില്ല, കരിക്കാടിയേ ഉള്ളൂ. അവർ വിശ്രമിക്കുന്നത് കിടന്നിട്ടല്ല, നടുനിവർത്തിയിട്ടാണ്. അവർ അഥവാ ചിന്തിക്കുകയാണെങ്കിൽ അത് മനസ്സുകൊണ്ടല്ല, പഴമനസ്സുകൊണ്ടാണ്. അതേ സമയത്ത് നമ്പൂതിരി മനക്കല കുളത്തിൽ നീരാടി അമൃതത്വം കഴിച്ച് പള്ളിക്കുറുപ്പ് കൊള്ളുന്ന തിരുമനസ്സാണ്. ഇതാണ് ജാതി ശ്രേണിയുടെ പടവുകൾ. ഓരോന്ന് താഴുംതോറും തീണ്ടാപ്പാട് അകലങ്ങൾ മാത്രമല്ല, പ്രയോഗക്ഷമമായ സാമാന്യ നാമങ്ങളും സർവനാമങ്ങളും അഭിസംബോധനാ പദങ്ങളും പദങ്ങൾ ഉച്ചരിക്കേണ്ട രീതിയും ഉച്ചാരണ ശബ്ദവും യഥാക്രമം വികലവും ബീവത്സവും മൃഗശബ്ദപരവുമായി പടിപടിയായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പി കെ ബി നിരീക്ഷിക്കുന്നത്. ഇങ്ങനെ ഭാഷാപരമായിട്ട് എങ്ങനെയാണ് ജാതി വ്യവസ്ഥ ഭാഷയെപ്പോലും മാറ്റിത്തീർത്തത് എന്നും സമകാലിക കേരളത്തിൽ പോലും നമ്മുടെ അഭിസംബോധനകളിൽ എങ്ങനെയാണ് ഈ ഭാഷാരൂപം കടന്നു വരുന്നത് എന്നുമൊക്കെ നമ്മൾ സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാകും. തന്നെയല്ല,
PKB ഒരു സൂക്ഷ്മമായ ചരിത്ര പഠനത്തിലേക്ക് കടക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് മറ്റു ദേശങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിൽ ബ്രാഹ്മണർ ഒരു പ്രത്യേക വിഭാഗമായി കേരളത്തിൽ മാറിത്തീർന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കാരണം മറ്റു സ്ഥലങ്ങളിലെ പോലെയല്ല കേരളത്തിലെ മലയാള നമ്പൂതിരിമാർ. അവർക്ക് കേരളത്തിന് പുറത്തുള്ള നമ്പൂതിരിമാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. കേരളത്തിന് പുറത്തുള്ള ബ്രാഹ്മണർ തുണി എടുത്തുകൊണ്ട് കുളിക്കുമ്പോൾ ഇവിടെ തുണിയില്ലാതെ നിന്ന് കുളിക്കുന്നു. മറ്റു സ്ഥലങ്ങളിൽ പൂണൂല് 3 ഇഴയാണെങ്കിൽ ഇവിടെ 1 ഇഴ. ഇങ്ങനെ പലതരത്തിലുള്ള ആചാരങ്ങളും വ്യത്യാസങ്ങളും. ശാങ്കര സ്മൃതിയിൽ പറയുന്ന 64 അനാചാരങ്ങൾ. കേരളത്തിന് പുറത്ത് ആണെങ്കിൽ ബ്രാഹ്മണർക്ക് മറ്റ് വർണ്ണങ്ങളിൽപ്പെട്ടവരുമായിട്ട് സംബന്ധം പാടില്ലെങ്കിൽ ഇവിടെ ശൂദ്രരുമായ യഥേഷ്ട സംബന്ധം. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് എന്ന് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം എഴുതും, പരമവിശുദ്ധ ജാതിയായ ബ്രാഹ്മണൻ കഴിഞ്ഞാൽ കേരളീയ ജാതി സമൂഹത്തിൽ മറ്റ് സകല ജാതികളും തീണ്ടൽ ജാതികളാണ്. സകല ജാതികളും ക്ഷത്രിയ സ്ഥാനം ഏൽക്കേണ്ടി വന്നവരും സമൂഹത്തിൻ്റെ ക്ഷാത്രബലമായും ആജ്ഞാശക്തിയായും വർത്തിക്കേണ്ടവരുമായ നായന്മാർ നമ്പൂതിരിക്ക് തൊട്ടാൽ കുളിക്കേണ്ട അയിത്ത ജാതിയാണ് എന്നാണ് PKB എഴുതുന്നത്. തന്നെയല്ല, ഇത് ലാവണ്യശാസ്ത്രപരമായി മാത്രമല്ല, ഭക്തിപരമായ കൃതികളിൽ പോലും ഈ ഒരു മൂല്യവ്യവസ്ഥയാണ് കേരള സമൂഹത്തിലോട്ട് നിരന്തരം പ്രക്ഷേപിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇപ്പം എഴുത്തച്ഛൻ്റെ രാമായണം ഞാൻ നിരന്തരം പറയാറുള്ള, ഗോപാൽ ഗുരു പറയുന്നൊരു കാര്യമുണ്ട്, ചില കാര്യങ്ങൾ 1000 വട്ടം ആവർത്തിക്കണം. ഈ സഹസ്രനാമം ചൊല്ലുന്നത് പോലെ ചില കാര്യങ്ങൾ 1000 വട്ടം ആവർത്തിക്കേണ്ടി വരും. നോക്കൂ, എങ്ങനെയാണ് ശൂദ്രന്മാർ എപ്പോഴും ബ്രാഹ്മണരെ സേവിച്ച് കഴിയണമെന്ന് പറയുന്ന ഈ ഫ്യൂഡൽ നാടുവാഴിത്ത മൂല്യവസ്ഥയെ സന്ധ്യക്കിരുന്ന ആളുകളെ കൊണ്ട് ജപിപ്പിച്ച് അവരുടെ ഹൃദയത്തിലേക്ക് തള്ളിക്കയറ്റുക. അതാണ് കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനവാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യം അത് തീർത്ത് ചേതസി തെളിഞ്ഞിടുവാൻ വണങ്ങുന്നേ. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ പറയുന്ന വരികളാണ്, ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേ. ലക്ഷ്മണനെ ഉപദേശിക്കുമ്പോൾ രാമൻ പറയും, മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ പൂജിക്കാമാമടോ, നീ ഭൂമിയിൽ ഒരു ദ്വിജനായി പിറന്നാൽ എന്നെ പൂജിക്കാം. ഭാഗ്യം രാമരാജ്യം അല്ലാതിരുന്നു. ഇന്ത്യൻ ഭരണഘടന ഉള്ളതുകൊണ്ട് ദളിതരും പിന്നോക്ക ജാതിക്കാരും ഒക്കെ രാമഭക്തന്മാർക്കായിട്ട് അവർക്ക് നടക്കാം. രാമൻ്റെ രാജ്യമായിരുന്നെങ്കിൽ എല്ലാത്തിൻ്റെയും തല ശംഭുവനെ പോലെ വെട്ടിയെടുത്തേനെ എന്ന് നിസ്സംശയം നമുക്ക് കാണാൻ കഴിയും. ഇതാ അവസ്ഥ. ശൂദ്രധർമ്മത്തെപ്പറ്റി എഴുത്തച്ഛൻ മഹാഭാരതം കിളിപ്പാട്ടിൽ പറയും, ശൂദ്രൻ മൂഢനായിരിക്കണം, ഒരു കഴുതയായിരിക്കണമെന്നാ. ശൂദ്രൻ കഴുതയായിരിക്കണം, പരമവിഡ്ഢിയായിരിക്കണം എന്ന് എഴുത്തച്ഛൻ മഹാഭാരതം കിളിപ്പാട്ടിൽ പറയുന്നുണ്ട്. അപ്പം ഭാഷാപരമായി PKB നിരീക്ഷിക്കുന്നത് പോലെ ഭാഷാശാസ്ത്രപരമായി, സൗന്ദര്യശാസ്ത്രപരമായി, ഭക്തിപരമായ സാഹിത്യകൃതികളിലൊക്കെ തന്നെ ഈ സംഗതി കയറിപ്പറ്റിയിരിക്കുക. സംബന്ധത്തെപ്പറ്റി വളരെ ആഴത്തിലുള്ള നിരീക്ഷണങ്ങൾ PKB നടത്തുന്നുണ്ട്. അതിൻ്റെ ആഴത്തിലുള്ള നിരീക്ഷണങ്ങളിലേക്ക് തൽക്കാലം ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം പറയാം, എന്തുകൊണ്ട് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ ഉണ്ടായി, ചെറുശ്ശേരി എന്തുകൊണ്ട് കൃഷ്ണഗാഥ രചിച്ചു, അതിന് സംബന്ധ ചരിത്രവുമായി എന്താണ് ബന്ധം, ഇതാണ് ഞാൻ ആലോചിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. കാരണം രാമനെ മുൻനിർത്തി പറഞ്ഞാൽ ഈ ഏകഭാര്യ വ്രതവും പരിപാടിയൊക്കെയാണ്, അത് നമ്പൂതിരിയുടെ ജീവിത സംസ്കാരമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടത്തില്ല. പക്ഷേ കൃഷ്ണഗാഥ എഴുതുന്നതോടുകൂടി സംബന്ധത്തിന് ന്യായീകരണമായി. കാരണം എന്താണ്? 16,008 ഭാര്യമാരുടെ ചരിത്രം പറയുന്നുണ്ട്, രാസക്രീഡയുണ്ട്, പാലാഴി മങ്കതൻ കൊങ്ക പുണരുന്നുണ്ട്, എല്ലാം ആകാം. ജയദേവൻ്റെ ഗീതഗോവിന്ദം നോക്കിയാൽ അറിയാം. അപ്പം ഇതിനെല്ലാം ചുരുക്കത്തിൽ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എങ്ങനെയാണ് സംബന്ധവേഴ്ചയ്ക്ക് ആധാരമായി കൃതിയായി ആ ചരിത്ര സന്ദർഭത്തെ സാധൂകരിക്കുന്ന ഒരു പാഠമായി മാറിയത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. തീർത്തും അവഗണിക്കേണ്ട ഒരു വിഷയമല്ല. ഓരോ കൃതിയും ആ കൃതിയിലെ ആശയങ്ങളും ഒരു പ്രത്യേക ചരിത്ര സന്ദർഭത്തിൻ്റെ പ്രതിനിധാനമാണ് എന്നുള്ളതാണ്. അല്ലാതെ അത് കേവലമാണ്. ചില ആളുകൾ പറയും നമ്മൾ കൃതിയെ വായിക്കേണ്ടത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ചൊന്നുമല്ല, കൃതിയെ പ്രത്യയശാസ്ത്രപരമായി വായിക്കാൻ പാടില്ല, കൃതിയെ പ്രത്യയശാസ്ത്രമുക്തമായി വായിക്കണം, അതിന് കുറേ തിയറിയൊക്കെ ഉണ്ട്, രൂപം, രൂപാന്തരം, മെറ്റഫർ, രൂപത്തിനുള്ള ചട്ടക്കൂട് എന്നൊക്കെ പറഞ്ഞ് കുറേ സിദ്ധാന്തങ്ങളൊക്കെ കൊണ്ടുവരും. സത്യത്തിൽ ഇതിൻ്റെ ഒന്നിനും ഒരു കാര്യമില്ല. ഡോക്ടർ BR അംബേദ്കർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ സമൂഹത്തെ പരിശോധിക്കുവാൻ ഞാൻ സാഹോദര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു.
ധർമ്മശാസ്ത്രങ്ങളെ പരിശോധിക്കുവാൻ ഞാൻ സമത്വത്തെ ഒരു മാനദണ്ഡമാക്കുന്നു. ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയെ പരിശോധിക്കുവാൻ ഞാൻ സ്വാതന്ത്ര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു. ആധുനികമായ മൂല്യവ്യവസ്ഥ കൊണ്ടാണ് ഈ കൃതികളെല്ലാം പരിശോധിക്കേണ്ടത്. നിസ്സംശയമായും ഈ കൃതികളെ ആധുനികമായ സമത്വ സാഹോദര്യ സ്വാതന്ത്ര്യ മൂല്യങ്ങളുടെ മാനദണ്ഡത്തിൽ പരിശോധിക്കുമ്പോൾ മാത്രമേ ഈ കൃതികൾ സംവഹിക്കുന്ന ജനാധിപത്യ വിരുദ്ധതയും ഈ കൃതികൾ മുന്നോട്ട് വെക്കുന്ന ലാവണ്യശാസ്ത്രപരമായ ജനാധിപത്യ വിരുദ്ധത, അങ്ങനെയൊന്നുണ്ട് കേട്ടോ. ലാവണ്യശാസ്ത്രം എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധമായിരിക്കുന്നത്? സൗന്ദര്യ ബോധം തന്നെ നമ്മുടെ സമൂഹത്തിൽ ജനാധിപത്യ വിരുദ്ധമായ ഒരു ആശയത്തെ പ്രക്ഷേപിക്കുക. അതാണ് നാട്യശാസ്ത്രം എന്ന് പറയുന്ന ടെസ്റ്റ്. എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധമായ ഒരു ലോകവീക്ഷണം അവതരിപ്പിക്കുന്നത്? ഒരു കീഴാളനെ നാടകത്തിൽ അവതരിപ്പിക്കുമ്പോൾ അയാൾ ആരെയും തൊടാൻ പാടില്ലെന്നും അയാൾ കുനിഞ്ഞു നടക്കണമെന്നുമാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം പറയുന്നത്. ഒരു ദാക്ഷിണാത്യനെ അഭിനയിപ്പിക്കാൻ സ്വീകരിക്കുമ്പോൾ അയാൾ കറുത്തവനായിരിക്കണമെന്നും, ഒരു അയിത്തജാതിക്കാരനെയാണ് വേദിയിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ ഒരു കറുത്ത മനുഷ്യനെ മാത്രം സെലക്ട് ചെയ്യണമെന്നാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം പറയുന്നത്. എങ്ങനെയാണ് ലാവണ്യശാസ്ത്രപരമായി തന്നെ ഇത്തരം ഒരു കാര്യം നിലനിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇങ്ങനെ PKB പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ആഴത്തിൽ പരിശോധിക്കുമ്പോൾ കൂടുതൽ ചരിത്ര പഠനങ്ങൾക്ക് തിടം വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തന്നെയല്ല, നമ്മളിപ്പോൾ പറയുന്നൊരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ടല്ലോ, സ്ത്രീകൾ സ്ലീവ്ലെസ് ധരിച്ചുകൂടാ, ദേഹം മൊത്തം മറച്ച്. ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പൂർണ്ണമായിട്ടും തുണി ഉടുത്ത് നടക്കുന്നൊരു സംസ്കാരത്തെ പറ്റിയാണ് ആർഷഭാരത വക്താക്കൾ പറയുന്നത്. PK ബാലകൃഷ്ണൻ രസകരമായൊരു കാര്യം പറയുന്നുണ്ട്. ഇന്നത്തെ ഭാഷയിൽ ചെറിയ തോർത്തുമുണ്ടിനേക്കാൾ കവിഞ്ഞ വസ്ത്രം രാജാക്കന്മാർ പോലും കേരളത്തിൽ ധരിച്ചിരുന്നില്ലെന്നുള്ളതിന് വിദേശ സഞ്ചാരി വിവരണങ്ങൾ ഉദ്ധരിക്കാനാണെങ്കിൽ കേരള തീരം കണ്ട സകല വിദേശികളുടെ വിവരണങ്ങളും നാം ഉദ്ധരിക്കേണ്ടി വരും. നോക്കൂ, നമ്മൾ ഈ സന്ധ്യയ്ക്ക് ഇപ്പോൾ ചില 6 മണിക്ക് ചില സീരിയലുകളുണ്ട്. ആ സീരിയലിലെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അയ്യപ്പനെയൊക്കെ മുൻനിർത്തിയുള്ള സീരിയലുകളാണ്. പക്ഷെ ആ സീരിയലിൽ രാജാക്കന്മാരൊക്കെ ഭയങ്കര കസവുടുപ്പൊക്കെ ഇട്ടാണ് നമ്മൾ കാണുന്നത്. നല്ല സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിരിക്കുന്നു, നല്ല മിനുസമുള്ള നല്ല ക്ലീൻ ഷേവാണ് ആളുകൾ. ഷേവിങ് സെറ്റ് വേണോ? എന്തായാലും ഷേവിങ് സെറ്റെങ്കിലും കണ്ടുപിടിക്കണമല്ലോ. എവിടുന്ന് വന്നു ഷേവിങ് സെറ്റ്? അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണ്ടേ? ഇതുപോലെ പല കാര്യങ്ങളും ഉണ്ട്. നല്ല ചുണ്ടങ്ങനെ ചുവന്ന് തുടുത്ത് ആണ് സീരിയലിൽ നായകന്മാർ പ്രത്യക്ഷപ്പെടുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? നമ്മൾ ചിന്തിക്കണ്ടേ? അദ്ദേഹം പറയും, മോഡിയായി വസ്ത്രധാരണം ചെയ്യുന്ന അറബികളെയും ചൈനക്കാരെയും നിരന്തരം കാണാൻ കഴിഞ്ഞ സാഹചര്യത്തിലും നമ്മുടെ പ്രഭുവർഗങ്ങൾക്ക് പോലും ഈ തോർത്തുമുണ്ട് പോരെന്ന് തോന്നാഞ്ഞതിനുള്ള കാരണം ജാതി വ്യവസ്ഥ കൊണ്ടുണ്ടായ മാനസിക മരവിപ്പാണ് എന്നാണ് PKB പറയുന്നത്. നാണം കെട്ട ജാതി വ്യവസ്ഥ കാരണം അന്തസ്സായിട്ട് തുണി ഉടുക്കാൻ പോലും മലയാളി പഠിച്ചില്ല. മലയാളിയെ തുണി ഉടുക്കാൻ പഠിപ്പിച്ചത് ആരാണ് എന്ന് PKB ടിപ്പു സുൽത്താനിൽ നിരീക്ഷിക്കുന്നുണ്ട്. അവിടാണ് അതിൻ്റെ ബാക്കി അവിടാണ് കിടക്കുന്നത്. മലയാളി എന്നാണ് അന്തസ്സായിട്ട് തുണി ഉടുക്കാൻ പഠിച്ചത്. അതിനെതിരെ സമരം ചെയ്തത് ആരാണ്? നോക്കൂ, ഈ തൃപ്പൂണിത്തറ, എറണാകുളത്ത് അടുത്താണ് തൃപ്പൂണിത്തറ പൂർണ്ണശ്രീശ ക്ഷേത്രത്തിൽ ഒരിക്കൽ നായർ സ്ത്രീകൾ റൗക്കയും ധരിച്ച് പൂർണ്ണത്രയീശനെ തൊഴാനെത്തി. പരീക്ഷിത്ത് രാമവർമ്മ തമ്പുരാൻ എന്ത് ചെയ്തു? ആ റവുക്ക വലിച്ചു കീറി. വളരെ അടുത്ത കാലത്ത് മെട്രോ സ്റ്റേഷനൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ പുരോഗമനകാരികളായ ചില ആളുകൾ ഈ റവുക്ക വലിച്ചു കീറിയ മഹാന്റെ പേര് മെട്രോ സ്റ്റേഷൻ ഇടണമെന്ന് വാദിക്കുകയുണ്ടായി. എന്തൊരു വൈരുദ്ധ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. റവുക്ക വലിച്ചു കീറിയ ആളിൻ്റെ പേര് മെട്രോ സ്റ്റേഷൻ ഇടണം. സത്യത്തിൽ ഇത് നായർ സ്ത്രീകളെ ഇത്രമാത്രം അപമാനിക്കുന്ന ഒരു കാര്യം വേറെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തന്നെയല്ല, അദ്ദേഹം താലികെട്ട് കല്യാണത്തെപ്പറ്റി ഇതുപോലെ രസകരമായൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അദ്ദേഹം പറയും, സുദീർഘമായൊരു ഉദ്ധരണിയാണ്, ആർക്കും ഒരു ബാധ്യതയും ശേഷിപ്പിക്കാത്ത ഈ താലികെട്ടിന് ഏതു പ്രായക്കാരനെങ്കിലുമായ ഒരു സജാതീയ പുരുഷൻ വേണമെന്നേ ഉള്ളൂ. ഒരു ക്ലാനിലുള്ള എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും പറ്റ ലൈംഗിക വീഴ്ച ആചരിച്ചു വന്നതിൻ്റെ അവശിഷ്ടമാണ് ലൈംഗിക വീഴ്ച നടത്താനാവും പെണ്ണുങ്ങൾ ഇങ്ങനെ പരസ്യമായൊരു മതച്ചടങ്ങിലൂടെ വിവാഹിതരായെന്ന് വരുത്തി തീർക്കുന്ന നടപടി. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, അതിൻ്റെ പ്രസക്ത ഭാഗം. പ്രായമെത്തിയാൽ
സ്വതന്ത്ര ലൈംഗിക വീഴ്ചകൾ യഥേഷ്ടം പാപമേൽക്കാതെ നടത്താൻ ട്രൈബൽ മനോഘടന ഒരു ഘട്ടത്തിൽ കണ്ടുപിടിച്ച ലൈംഗിക ലൈസൻസ് ആവണം താലികെട്ട് കല്യാണം എന്നാണ് PKB പറയുന്നത്. തിരണ്ടുകുളിയെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യ ചടങ്ങ് പ്രകാരം സ്വായത്തമായ പാപമോചന ലൈസൻസ്, അതായത് താലികെട്ട് കല്യാണം പ്രയോഗിക്കാൻ സമയമായെന്ന് സമൂഹത്തിലെ പുരുഷന്മാരെ കൂവി അറിയിക്കുന്ന ചടങ്ങാണ് തിരണ്ടുകുളി എന്ന് സ്പഷ്ടം. ഇങ്ങനെ നാരായണ ഗുരുസ്വാമികൾ എതിർത്ത തിരണ്ടുകുളി അല്ലെങ്കിൽ താലികെട്ട് കല്യാണം എന്നുള്ള കാര്യങ്ങളെ ചരിത്രപരമായ വീക്ഷണഗതിയിലൂടെ ചരിത്രശാസ്ത്രപരമായ ഒരു സാംസ്കാരികപരമായ അടിത്തറ തെളിവ് രൂപത്തിൽ വ്യാഖ്യാനിക്കുകയാണ് PK ബാലകൃഷ്ണൻ. ഇവിടെ നമ്മൾ വിവരം, വ്യാഖ്യാനം, വിമർശനം എന്ന് പറയുന്ന 3 വഴികളുണ്ട് അറിവിന്. താലികെട്ട് കല്യാണം, തിരണ്ട് കല്യാണം എന്ന് പറഞ്ഞ വിവരം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അതിനെ വ്യാഖ്യാനിക്കുന്നതിലൂടെ സമൂഹത്തെ ജാതി വ്യവസ്ഥയിൽ നിന്നും മോചിപ്പിച്ച് വിമോചനാത്മകമായ ഒരു സാഹോദര്യ ദേശരാഷ്ട്ര ഭാവനയിലേക്ക് ഉയർത്തുകയാണ് യഥാർത്ഥത്തിൽ PK ബാലകൃഷ്ണൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രരചനയെ അനന്യമാക്കി മാറ്റി തീർക്കുന്നത് എന്നുള്ളതാണ്. കാരണം ചരിത്രം എന്തിനെഴുതുന്നു എന്നുള്ളതാണ് ചോദ്യം. ചരിത്രം ആർക്കു വേണ്ടി എഴുതുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും PKB ചരിത്രം എഴുതിയത് അത് ഇന്ത്യയിലെ, കേരളത്തിലെ അവർണ ജനകോടികളുടെ വിമോചനത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. ചരിത്രം നമുക്ക് ഏത് രീതിയിലും എഴുതാം. പക്ഷേ ചരിത്രം എന്തിനു വേണ്ടിയുള്ളതാണ്? ആ ചരിത്ര രചന ഏത് രീതിയിലാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. ഈ തിരണ്ട കല്യാണത്തെ പറ്റിയും താലികെട്ട് കല്യാണത്തെ പറ്റിയും ഇങ്ങനെ എഴുതുമ്പോൾ അത് വായിക്കുന്ന ഒരു സമൂഹം തിരണ്ട് കുളിയിൽ നിന്നും താലികെട്ട് കല്യാണത്തിൽ നിന്നും വിമോചിക്കപ്പെടുന്ന ഒരു പുതിയ സാമൂഹ്യ ഭാവനയിലേക്കാണ് കടക്കുന്നത് എന്നുള്ളതാണ്. സംബന്ധത്തെപ്പറ്റി എഴുതുമ്പോൾ ആ സംബന്ധത്തിൽ നിന്ന് ആധുനികമായ ഒരു വ്യക്തിജീവിത മൂല്യത്തിലേക്ക് സമൂഹത്തെ കടക്കാൻ PKB പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. തന്നെ വളരെ അടുത്ത കാലത്തായിട്ട് ചില സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിച്ചിട്ടുള്ളൊരു കാര്യം, കേരളത്തിലെ ജാതി സമൂഹത്തിന് പ്രത്യേകത എന്ന് പറയുന്നത് അത് അടഞ്ഞ സമൂഹത്തിനുള്ളിൽ അടഞ്ഞ സമൂഹമാണ് എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ജാതി സമൂഹത്തിൻ്റെ ഒരു വ്യവസ്ഥാക്രമം എന്ന് പറയുന്നത് വളരെ മുമ്പ് തന്നെ PKB അതിനെപ്പറ്റി എഴുതുന്നു. ജാതി വ്യവസ്ഥയുടെ പൊതുസ്വഭാവമായ ഉപജാതി രൂപീകരണ പ്രവണത കേരളീയ ജാതി വ്യവസ്ഥിതിയെ ഫെഡറൽ സംവിധാനമുള്ള ഒരു തരം ഫെഡറൽ ജാതി വ്യവസ്ഥിതിയായി ചിട്ടപ്പെടുത്തിയ കാര്യം നാം നിരീക്ഷിച്ചു. ഇന്ന് നാം അറിയുന്ന തരത്തിലുള്ള ജാതികൾ ഉപപ്രാധാന്യം മാത്രമുള്ള തരംതിരിവുകളാവുകയും ജാതിക്കകത്തെ ഉപജാതി സംവിധാനം കേരള സമൂഹത്തിൻ്റെ ജീവിതത്തിലെ പരമപ്രധാന സത്യമായി പ്രതിഷ്ഠ നേടുകയും ചെയ്തു എന്ന് PKB നിരീക്ഷിക്കുന്നു. അപ്പം ഞാനിതിൻ്റെ മുഴുവൻ കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല, ചില സൂചനകളിലൂടെ കടന്നു പോവുക മാത്രമാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന് പറയുന്ന PKBയുടെ പുസ്തകം പുതിയൊരു ഉപാദാനമായി മാറിത്തീരുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് PK ബാലകൃഷ്ണനോട് വിയോജിക്കാം, അദ്ദേഹത്തിൻ്റെ ചരിത്രരചനകളോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താം. പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെച്ച വാദങ്ങളോട് നമുക്ക് ഏറ്റുമുട്ടേണ്ടി വരുമെന്നുള്ളതാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച വാദങ്ങളെ അഭിസംബോധന ചെയ്യാതെ കേരള സമൂഹത്തിലെ പുതിയ ചരിത്രകാരന്മാർക്ക്, കേരളത്തെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കുന്ന പുതിയ ഗവേഷകർക്ക്, പഠിതാക്കൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളതാണ്. എൻ്റെ സംഭാഷണത്തിൻ്റെ 2ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. അത് ടിപ്പുവിനെ കുറിച്ചാണ്. അത് ഇന്ത്യയിൽ തന്നെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ടിപ്പുവിനെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള ഗവേഷണാത്മകമായ ഒരു പുതിയ തുറവി സാധ്യമാക്കുന്ന പഠനമാണ് PK ബാലകൃഷ്ണൻ്റെ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന പുസ്തകം. എന്താണ് ആ പുസ്തകത്തിൻ്റെ പ്രാധാന്യം? PK ബാലകൃഷ്ണൻ എഴുതുന്നു, സ്വന്തവാക്യത്തിനുണ്ടായിരുന്ന ദൈവികമായ വിശ്വാസ്യത ടിപ്പുവിനെയും മൈസൂറിനെയും ശപിക്കുന്നതിനും തെറി പറയുന്നതിനും ഈ നമ്പൂതിരിമാർ മുതലിറക്കി. അവർ മനഃപൂർവ്വം നുണ പറയുകയായിരുന്നില്ല. അവരുടെ മനസ്സിന് നിഷ്കളങ്കമായി അനുഭവപ്പെട്ട ആഘാതങ്ങൾ നാടുതോറും സഞ്ചരിച്ചുകൊണ്ട് എല്ലാ ഭയങ്കരതകളോടും കൂടി വിദ്യാസമ്പന്നന്മാർ വിവരിച്ചുവെന്നു മാത്രം. ടിപ്പുവിനെ കുറിച്ചുള്ള ഭയവും വിദ്വേഷവും അറപ്പും വെറുപ്പും അങ്ങനെ ഒരു മതം പോലെ സമൂഹത്തിലേക്ക് ഊറുകയും ചെയ്തു എന്ന് PK ബാലകൃഷ്ണൻ ടിപ്പു സുൽത്താനിൽ എഴുതുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് പറയാം. കേരളത്തിലുള്ളവർക്കെല്ലാം അറിയാം, കേരളത്തിൽ നശിച്ചു കിടക്കുന്ന 7 അമ്പലം ഉണ്ടെങ്കിലും
അത് ജീർണമായതിൻ്റെ എല്ലാ പാപഭാരവും ടിപ്പുവിൻ്റെ തലയിലാണ്. എല്ലാ പാപഭാരവും ടിപ്പു വന്ന് കൊള്ളയടിച്ചതാണ്, ടിപ്പു വന്ന് തകർത്തതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ പി കെ ബാലകൃഷ്ണൻ രസകരമായ നിരീക്ഷണം നടത്തുന്നുണ്ട് ജാതി വ്യവസ്ഥയും കേരള ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ. അങ്ങനെ വിപുലമായ സമ്പത്തും സന്നാവും അങ്ങനെ വിപുലമായ രീതിയിലുള്ള ക്ഷേത്ര സംവിധാനങ്ങളൊന്നും അങ്ങനെ കേരളത്തിലുണ്ടായിരുന്നില്ല. ആദ്യകാലത്തുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ പലതും ചെറിയ ഓലമേഞ്ഞവയും വളരെ പിൽക്കാലത്ത് വിദേശീയരുമായുള്ള സമ്പർക്കത്തിലൂടെ കുറച്ച് പൈസ കയ്യിൽ വന്നപ്പോൾ ഓടുമേഞ്ഞ പുരകളാക്കുകയാണ് നമ്പൂതിരിമാരുടെ ഇല്ലങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ ചെയ്തത് എന്നും അത് വിദേശീയരിൽ നിന്ന് വന്ന കൈവന്ന പണമാണ് എന്നും PKB സൂചിപ്പിക്കുന്നുണ്ട്. തന്നെയല്ല, ഈ പുസ്തകം അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം കേരളത്തിൻ്റെ സാമ്പത്തികമായ അടിത്തറയ്ക്ക് കാരണം മുസ്ലിം സമുദായത്തിൻ്റെ സാന്നിധ്യമാണ് എന്നുള്ളതാണ് PK ബാലകൃഷ്ണൻ നിരീക്ഷിക്കുന്ന സുപ്രധാനമായ കാര്യം. എന്താണ് കേരളത്തിൻ്റെ മതേതരമായ അടിത്തറയെ നിലനിർത്തുന്നത്? അത് പുരോഗമനകാരികളായ നമ്മൾ കുറച്ച് ആളുകൾ ചേർന്നിരിക്കുന്നത് കൊണ്ടല്ല. അത് PK ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ സാന്നിധ്യവും കേരളത്തിലെ സെക്യുലർ കണ്ടീഷനെ നിലനിർത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ്. പക്ഷെ അത് പൊതുവെ നമ്മൾ പറയാൻ ആഗ്രഹിക്കാറില്ല. പക്ഷെ അത് പറയുന്നതിന് PK ബാലകൃഷ്ണന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ദ പാസ്റ്റ് ആസ് പ്രസൻറ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ചരിത്ര പണ്ഡിതയെ റുമില താപ്പർ പറയും, കൈമാറ്റം ചെയ്യേണ്ട വിവരങ്ങളുടെ വെറുമൊരു ശേഖരം മാത്രമല്ല ചരിത്രമെന്നും അതിന് തെളിവുകളുടെ പിൻബലമുണ്ടാകണമെന്നും ചരിത്ര പണ്ഡിതയായ വിജയനാഥ് ദ പാസ്റ്റ് ആസ് പ്രസൻറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിരീക്ഷിക്കുന്നുണ്ട്. ഇത് പറയാൻ കാരണം കേരളപാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മ എഴുതിയ പുസ്തകമാണ് ആംഗല സാമ്രാജ്യം. ഈ ആംഗല സാമ്രാജ്യം എന്ന് പറയുന്ന പുസ്തകം തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജിൽ സംസ്കൃത വിദ്യാർത്ഥികൾക്ക് സംസ്കൃത ഭാഷയിൽ തന്നെ ചരിത്രം പഠിക്കുവാൻ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രം പഠിക്കുവാൻ വലിയ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മാവനായ തമ്പുരാൻ്റെ നിർദ്ദേശപ്രകാരം AR രാജരാജവർമ്മ എഴുതിയ കൃതിയാണ് ആംഗല സാമ്രാജ്യം എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ടിപ്പുവിനെ അവതരിപ്പിക്കുന്നത് ഒരു ക്ഷേത്രധ്വംസകനായും മതഭ്രാന്തനായിട്ടുമാണ് AR രാജരാജവർമ്മ ടിപ്പുവിനെ അവതരിപ്പിക്കുന്നത്. അതിലൂടെ ഒന്ന് കടന്നുപോയാൽ മാത്രമേ PK ബാലകൃഷ്ണൻ്റെ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടത്തുള്ളൂ. ആ പുസ്തകം മാത്രം അവതരിപ്പിച്ചാൽ അതിൻ്റെ പ്രാധാന്യം ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്തുകൊണ്ട് AR രാജരാജവർമ്മ, എന്തുകൊണ്ട് PKB എന്നുള്ളതാണ് ചോദ്യം. അതിലേക്ക് വരാം. ടിപ്പുവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രബലമായി ഉയർന്നു കേൾക്കുന്ന ഒന്നാണ് അദ്ദേഹം മതഭ്രാന്തനായ ക്ഷേത്രധ്വംസകനാണെന്നുള്ള വാദം. തെളിവുകളുടെ അഭാവത്തിൽ കേട്ടുകേൾവികൾ മാത്രം പരിഗണിച്ചുകൊണ്ടാണ് ARഉം ആംഗല സാമ്രാജ്യത്തിൽ ടിപ്പുവിനെ അപവദിക്കുന്നത്. അദ്ദേഹം പറയും, ടിപ്പൂപപ്ലവം എന്ന് പറയുന്ന ആംഗല സാമ്രാജ്യത്തിൻ്റെ 11-ാം സർഗം 31-ാമത്തെ ശ്ലോകത്തിൽ AR എഴുതുന്നത് ഇങ്ങനെയാണ്: സ്ത്രീകളും പുരുഷന്മാരും മാത്രമല്ല ദേവതാഗണങ്ങൾ പോലും ടിപ്പുവിനെ ഭയന്ന് പ്രതിഷ്ഠാസ്ഥാനങ്ങൾ വെടിഞ്ഞ് നിർഗമിച്ചു. ടിപ്പുവിനെ പേടിച്ച് കേരളത്തിലെ ദൈവങ്ങളെല്ലാം ഓടി ഒളിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല കേട്ടോ, AR രാജരാജവർമ്മ ആംഗല സാമ്രാജ്യത്തിൽ എഴുതുന്നതാണ്. ടിപ്പുവിൻ്റെ സൈന്യം, അപകടകരമായ പ്രസ്താവന, ടിപ്പുവിൻ്റെ സൈന്യം കേരളത്തിൽ പ്രവേശിച്ച മാത്രയിൽ തന്നെ കേരള ഉർവി അശുദ്ധമായി എന്നാണ് AR രാജരാജവർമ്മ എഴുതിയത്. പ്രവിശൽസു തതസ്തുലുഷ്ക സൈന്യേഷു അശുചി സ്പർശ കളങ്ക ശങ്കിദാസ. കാരണം ഈ ശ്ലോകം ചൊല്ലിയില്ലേ നിങ്ങൾ പറയും ഞാൻ എന്തോ വന്ന് പറഞ്ഞിച്ചു പോയെന്ന്. അതുകൊണ്ടാണ് സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്. മല്ലിനാഥൻ കുമാരസംഭവത്തിന് വ്യാഖ്യാനം എഴുതുന്ന മല്ലിനാഥൻ പറയും, നാമൂലം ലിഖ്യതേ കിഞ്ചിത് ന അനപേക്ഷിതമുച്യതേ. തെളിവില്ലാതൊരു വാചകം പോലും ഞാൻ പറയില്ല എന്ന് മല്ലിനാഥൻ കുമാരസംഭവത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ പറയുന്നുണ്ട്. അതുകൊണ്ട് മല്ലിനാഥൻ്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് ഈ ശ്ലോകം ഉദ്ധരിച്ചത്. AR പറയും, ചെറിയ വട്ടത്തൊപ്പി കൊണ്ട് മൊട്ടത്തല മറച്ചുള്ളതും പൊക്കിൾ വരെ തൂങ്ങിക്കിടക്കുന്ന മീശക്കെട്ടും പാദം വരെ തൊട്ടുകിടക്കുന്ന ഉടുപ്പിൻ്റെ അറ്റവും ഉള്ളതുമായ ശരീരങ്ങൾ ആ പ്രദേശത്തൊക്കെ വേഗം ഇടചേർന്ന് വിരിച്ച പോലെയായി. ഇത് മുസ്ലിങ്ങൾ കേരളത്തിലേക്ക് വന്നതിനെ പറ്റി AR എഴുതുന്നതാണ്. തനുവൃത്ത ശിസ്തത്ര ഗുപ്തമുണ്ടയും എന്ന് പറയുന്ന 11-ാം അധ്യായത്തിലെ 53-ാമത്തെ ശ്ലോകത്തിൽ എഴുതുകയാണ്. അപ്പോൾ വളരെ കാലമായി ക്ഷേത്രങ്ങൾ നശിപ്പിച്ച് വിഗ്രഹങ്ങൾ തകർത്തതിൻ്റെ ഫലമായിട്ടാണ് ടിപ്പുവിൻ്റെ ശരീരവും തകർന്നതെന്ന് ആംഗല സാമ്രാജ്യം പറയുന്നു. ടിപ്പു അവസാനം മരിക്കുമല്ലോ. അതെന്തുകൊണ്ടാണ് മരിച്ചത്? അത് ഈ ടിപ്പു ക്ഷേത്രം തകർത്തത് കൊണ്ടാണ് ടിപ്പു മരിച്ചു പോയത്.
ഇതാണ് ARന്റെ കണ്ടുപിടുത്തം. തെറ്റായി ചിത്രീകരിക്കേണ്ട അവസരങ്ങളിലെല്ലാം ഒരു മുസ്ലിം ഭരണാധികാരിയെ ഭീകരസത്വമായി ഏറെ നിന്ദയോടെ അവതരിപ്പിക്കുന്നതിനെ പറ്റി വോയിസസ് ഓഫ് ഡിസെന്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ റൊമില താപ്പർ എഴുതുന്നുണ്ട്. താപ്പർ പറയുന്നത് ഒരു മുസ്ലിം ഭരണാധികാരിയെ ചിത്രീകരിക്കേണ്ട എല്ലാ അവസരങ്ങളിലും അയാളൊരു മോശക്കാരനാണെന്നേ പറയത്തുള്ളൂ. ഈ ബാധ ARൽ നിന്നും വിട്ടൊഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പൃഥ്വിരാജ വിജയം പോലെയുള്ള സംസ്കൃത സാഹിത്യ കൃതികളിൽ മുസ്ലിങ്ങളെ രാക്ഷസരായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഡെക്കാണിൽ നിന്നുള്ള സംസ്കൃതത്തിലും തെലുങ്കിലും എഴുതപ്പെട്ടിട്ടുള്ള ഒരു കാകതീയ ശിലാശാസനത്തിൽ ഡൽഹി സുൽത്താനായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിക്കുന്നത് ബ്രാഹ്മണരെ കൊല്ലുകയും ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും കർഷകരെ കൊള്ളയടിക്കുകയും ബ്രാഹ്മണർക്ക് ദാനമായി നൽകപ്പെട്ട ഭൂമി കണ്ടുകെട്ടുകയും മദ്യപിക്കുകയും പശുവിറച്ചി തിന്നുകയും ചെയ്യുന്ന പേടിപ്പെടുത്തുന്ന ആളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ വിവരിച്ച പ്രകാരമാണ് ആംഗല സാമ്രാജ്യത്തിൽ ടിപ്പുവിനെ ചിത്രീകരിക്കുന്നത്. ബ്രാഹ്മണരെ കൊല്ലുക, ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക എന്ന പരിപാടിയാണ് ടിപ്പു ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. രസകരമായ മറ്റൊരു കാര്യം, ആംഗല സാമ്രാജ്യത്തിൽ ടിപ്പുവിനെ രാവണനുമായിട്ടാണ് തുലനം ചെയ്തിരിക്കുന്നത്. 11-ാം സർഗം 8-ാമത്തെ ശ്ലോകം. ഇംഗ്ലീഷ് സൈന്യവും ടിപ്പുവിൻ്റെ സൈന്യവും തമ്മിലുള്ള യുദ്ധം തന്നെ രാമരാവണ യുദ്ധമായിട്ടാണ് AR അവതരിപ്പിക്കുന്നത്. വിശ്വനാഥ കവിരാജന്റെ സാഹിത്യ ദർപ്പണത്തിൽ പറയും, രാമാധിപത് പ്രവർത്തിതവ്യം ന രാവണാധിപത്, രാമാധിപത് പ്രവർത്തിതവ്യം ന രാവണാധിപത്. രാമനെ പോലെ പ്രവർത്തിക്കണം, രാവണനെ പോലെ പാടില്ല. രാമനെ പോലെ പ്രവർത്തിക്കണം മീൻസ് ശംഭൂകന്റെ തലവെട്ടണം, സീതയെ കാട്ടിലുപേക്ഷിക്കണം, ബാലിയെ ഒളിച്ചു നിന്ന് യുദ്ധം ചെയ്ത് കൊലപ്പെടുത്തണം, ഇത്തരം പരിപാടികൾ. എന്തായാലും നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ കേരളത്തിൽ വന്ന പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ ജയ് ശ്രീരാം വിളിക്കാൻ പറഞ്ഞപ്പോൾ രാവണ കി ജയ് വിളിച്ചുകൊണ്ടാണ് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയെ നേരിട്ടത് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാം. അപ്പൊ ടിപ്പു തികഞ്ഞ ബ്രാഹ്മണദ്രോഹിയാണെന്ന് സ്ഥാപിക്കാനുള്ള ഈ ശ്രമം, ടിപ്പു മതസഹിഷ്ണുതയില്ലാത്ത ക്ഷേത്രധ്വംസകനാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. തന്നെയല്ല, ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ആഖ്യാനം എങ്ങനെയാണ് AR പിൻപറ്റുന്നത് എന്നതും നമ്മൾ കാണണം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും ബ്രിട്ടീഷ് ഭരണത്തെയും രക്ഷകവേഷമണിയിച്ച് അവതരിപ്പിക്കുന്ന രചനാശൈലി ആംഗല സാമ്രാജ്യത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. ഹൈദർ ഒരു സാമ്രാജ്യം ഉണ്ടാക്കുവാൻ ജനിച്ചവനാണ്, ടിപ്പു ഉള്ളത് നശിപ്പിക്കാൻ ജനിച്ചവനും എന്ന കേണൽ വിൽസിൻ്റെ അഭിപ്രായം ആംഗല സാമ്രാജ്യത്തിലും കാണാം എന്നുള്ളതാണ്. കേണൽ വിൽസ് ടിപ്പുവിനെ പറ്റി എന്താണോ പറയുന്നത്, അതേ ആശയം, ആ കൊളോണിയൽ ആശയം, ടിപ്പുവിനെ പറ്റിയുള്ള ആശയം അതേ രീതിയിൽ ARും പിൻപറ്റുകയാണ്. AR എഴുതുന്നു, ഹൈദരോ നദിമഹാനഭിവിജ്ഞ പ്രാജ്യമാർജയത രാജ്യമപൂർവം വിക്രമീ കരകഥാം പുനരജ്ഞ സമ്പദം സപതി ടിമ്പുരലുംബത് എന്ന് എഴുതുന്നുണ്ട്. ജനിച്ചപ്പോൾ തന്നെ ടിപ്പു ഒരു ബ്രാഹ്മണ ദ്രോഹിയായിട്ടാണ് ജനിച്ചത് എന്ന് AR പറഞ്ഞു വെക്കുന്നത്. ജനിച്ചപ്പോൾ തന്നെ ബ്രാഹ്മണ ദ്രോഹി, എത്ര ഭീകരമായിട്ടാണ് നോക്കൂ. തിരുവനന്തപുരത്തെ സംസ്കൃത കോളേജിലെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി AR എഴുതിയ പുസ്തകത്തിലാണ് ടിപ്പു ബ്രാഹ്മണദ്രോഹിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. നോക്കൂ, ബ്രഹ്മദേയവും ദേവദേയവുമായിട്ടുള്ള ഭൂമി ഒഴിവാക്കി മറ്റു ഭൂമികൾ സർക്കാർ ഭൂമിയാക്കി മാറ്റുവാൻ 1782 ബാരാമഹലിലെ ഹരിദാസയ്യ എന്ന ആമീൽദാറിന് ടിപ്പു നിർദ്ദേശം നൽകുന്നുണ്ട്. ഇതേ വർഷം തന്നെ കടപ്പയിലെ ഗണ്ടിക്കൊട്ട ക്ഷേത്രത്തിലെ ആഞ്ജനേയ പൂജയ്ക്ക് ഭൂമി അനുവദിച്ചു കാണാം ടിപ്പു. ശ്രീരംഗപട്ടണം ക്ഷേത്രത്തിലേക്ക് 7 വെള്ളിക്കപ്പുകളും കർപ്പൂരത്തട്ടും സമർപ്പിച്ച വ്യക്തി കൂടിയാണ് ടിപ്പു. ബുധൻഗിരിയിലെ ദത്താത്രേയ പീഠത്തിന് ആനകൊണ്ടി രാജാക്കന്മാർ അനുവദിച്ച 20 ഗ്രാമങ്ങൾ ടിപ്പു 1784 വിട്ടുകൊടുത്തു. ഇതിലേറെ പ്രാധാന്യം അർഹിക്കുന്നത് ശൃംഗേരി മഠവുമായിട്ടുള്ള ടിപ്പു സുൽത്താൻ്റെ ബന്ധമാണ്. ശൃംഗേരി മഠാധിപതിക്ക് കൊടുത്തയച്ചൊരു കത്തിൽ അദ്ദേഹത്തെ ശ്രീമദ് പരമഹംസ പരിവ്രാജകാചാര്യ എന്നാണ് ടിപ്പു സുൽത്താൻ അഭിസംബോധന ചെയ്യുന്നത്. 1791 ഒരു എഴുത്തിൽ രാജ്യാഭിവൃദ്ധിക്കും ശത്രുനാശത്തിനുമായി ശതചണ്ഡി ഹോമവും സഹസ്രചണ്ഡി ജപവും 1000 ബ്രാഹ്മണർക്ക് 40 ദിവസം ഭക്ഷണം നൽകാനും ശൃംഗേരി മഠത്തോട് അഭ്യർത്ഥിക്കുകയും ആയതിനുള്ള സാമഗ്രികൾ സുൽത്താൻ നൽകുകയും ചെയ്യുന്നതായി രേഖയുണ്ട്. AR പറയുന്നത് എന്താ? ജനിച്ചപ്പോൾ തന്നെ ബ്രാഹ്മണ വിരോധി. അതാണ് റൊമില താപ്പർ പറഞ്ഞത്, ഒരു മുസ്ലിം ഭരണാധികാരിയെ
പരാമർശിക്കേണ്ട എല്ലാ അവസരത്തിലും അയാളെ ഒരു രാക്ഷസനായിട്ട് ചിത്രീകരിക്കുക. മറ്റൊരവസരത്തിൽ ഹോമ സംരക്ഷണത്തിന് മുഹമ്മദ് റാസക്കിന് ടിപ്പു നിർദ്ദേശം നൽകുകയും ശൃംഗേരിയിലെ സ്വാമിക്കായി ഒരു പല്ലക്ക് നൽകുകയും ചെയ്തു. ശൃംഗേരിയിലെ സ്വാമി സമുദ്ര സ്നാനത്തിന് പോകുമ്പോൾ ആന, കുതിര, വണ്ടി, പല്ലക്ക് തുടങ്ങി അദ്ദേഹത്തിന് നൽകുവാനും അനുഗമിക്കുന്ന ബ്രാഹ്മണർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനും ടിപ്പു അല്പം പോലും മടി കാണിച്ചിരുന്നില്ല. ടിപ്പു ഗുരുവായൂർ ക്ഷേത്രത്തിന് അനുവദിച്ച ഇളവുകളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. 1787 ഒരു വിളംബരത്തിൽ മതസഹിഷ്ണുത പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാന തത്വമാണെന്ന് ടിപ്പു പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഖുർആൻ അങ്ങനെ ആണോ അല്ലേ എന്നുള്ളത് വേറെ ചോദ്യം. പക്ഷേ ഇവിടുത്തെ കോണ്ടസ്റ്റ് വേറെയാണ്. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ പൊതുവെ പറയുന്നത് കണ്ടില്ലേ, ഇതൊക്കെ അംഗീകരിച്ചു. പക്ഷേ ശ്യാംകുമാറിൻ്റെ വിമർശനം മുഴുവൻ മഹാഭാരതത്തോടാണ്. അങ്ങനല്ല, ഇത് കോണ്ടസ്റ്റ് വേറെയാണ്. തെളിവുകളുടെ അഭാവത്തിൽ കേട്ടുകേൾവികൾ ചരിത്രമായി അവതരിപ്പിക്കാനുള്ള ശ്രമം ആംഗല സാമ്രാജ്യത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ടെന്നാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നവരായി മുസ്ലിം ഭരണാധികാരികളെ ചിത്രീകരിക്കുന്നതിലൂടെ ചരിത്രത്തെ ഒരു വിഭാഗത്തെ അപരവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അടിയന്തര സാഹചര്യത്തിൽ ക്ഷേത്രങ്ങളിലെ മറ്റ് സമ്പത്ത് കണ്ടുകെട്ടാൻ രാജഭരണകൂടത്തോട് ആവശ്യപ്പെടുന്ന കൗടില്യൻ്റെ നിർദ്ദേശങ്ങൾ ചില സാംസ്കാരിക പഠിതാക്കൾ കണ്ടില്ലെന്ന് നടിക്കാറുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെടുന്ന കൽഹണന്റെ രാജതണങ്കണിയിൽ ക്ഷേത്ര സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്ന രാജഭരണ തന്ത്രത്തെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. 11-ാം നൂറ്റാണ്ടിൽ ഹർഷദേവൻ എന്ന ഭരണാധികാരി ക്ഷേത്രങ്ങൾക്കുമേൽ നടത്തിയത് ഭീകരാക്രമണമായിരുന്നുവെന്ന് ചരിത്ര പണ്ഡിതയായ റോമില താപ്പർ വിശദീകരിക്കുന്നു. സോമനാഥ ക്ഷേത്രത്തെ മുൻനിർത്തി മുഹമ്മദ് ഖാസിയെ പ്രതിയാക്കുന്നതിലൂടെ വിഭാഗീയ ശ്രമങ്ങളിലൂന്നിയ അപരവൽക്കരണം തന്നെയായിരുന്നു ലക്ഷ്യം. ക്ഷേത്രധ്വംസനത്തിന് മുൻകൈയെടുത്തത് ഗോൾവാക്കറുടെ വാക്കുകളാണ്. നമ്മുടെ രക്തത്തിൻ്റെ ഹിന്ദു രക്തവും നമ്മുടെ മാംസത്തിൻ്റെ മാംസവും നമ്മുടെ ആത്മാവിൻ്റെ ആത്മാവുമായിരുന്നുവെന്ന് മധുരയിൽ നടത്തിയ പ്രഭാഷണത്തിൽ MS ഗോൾവാക്കർ തുറന്നു പ്രസ്താവിക്കുന്നുണ്ട്. എന്നിട്ടും കുറ്റവാളി ആരാ? കുറ്റവാളി ടിപ്പുവാ. എന്നാൽ ഇത്തരം ചരിത്ര വസ്തുതകളെല്ലാം മറച്ചുവെക്കപ്പെടുകയും ടിപ്പുവിനെ ക്ഷേത്രധ്വംസകനായും മതഭ്രാന്തനായി അടയാളപ്പെടുത്തുന്നതിൽ ഏകശിലാത്മകമായ സാംസ്കാരിക ദേശീയതയിലൂന്നുന്ന സ്ഥാപിത ലക്ഷ്യമാണുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ക്ഷേത്രധ്വംസകൻ എന്നതിനൊപ്പം അദ്ദേഹത്തെ മതഭ്രാന്തനാക്കാനുള്ള ശ്രമങ്ങളുമുണ്ട്. ആംഗല സാമ്രാജ്യത്തിൽ തന്നെ കാണാം, ടിപ്പു ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത ശ്രമം നടത്തിയെന്ന് ആംഗല സാമ്രാജ്യം പറയുന്നത്. 11:9 ഇതര മതത്തിൽപ്പെട്ടവരെയെല്ലാം നേരിട്ട് മൂർച്ചയുള്ള വാൾത്തല കൊണ്ടാണ് നേരിട്ടത് ടിപ്പു. മതവിശ്വാസ വിനാശകൻ എന്നാണ് ടിപ്പുവിനെ പറ്റി പറയുന്നത്. മതവിശ്വാസ കൃതാന്തം ആപദന്തം എന്ന ആംഗല സാമ്രാജ്യം. പരഹിംസയെ പോലും ടിപ്പു പുണ്യമായി കരുതി. പരമഹിംസാമവൈ പുണ്യമാമനന്തി. ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇളവുകളും ദാനങ്ങളും നൽകിയ ശൃംഗേരി മഠവുമായും തൻ്റെ സാമന്തനായ കൊച്ചി രാജാവുമായും ഊഷ്മളമായ ബന്ധം തുടർന്നിരുന്ന, കീഴടക്കിക്കഴിഞ്ഞ ഒരു ശത്രുവിനെ കൊള്ള ചെയ്യരുതെന്നും യുദ്ധം പടക്കളത്തിൽ ഒതുങ്ങി നിൽക്കണമെന്നും നിരപരാധികളായ നാട്ടുകാരിലേക്ക് അത് വ്യാപിപ്പിക്കരുതെന്നും സ്ത്രീകളെ ആദരിക്കണമെന്നും ദുർബലർക്കും കുട്ടികൾക്കും സംരക്ഷണം നൽകണമെന്നും തുടർച്ചയായി വിളംബരം പുറപ്പെടുവിച്ചിരുന്ന മതസഹിഷ്ണുതയാണ് പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാന തത്വമെന്ന് 1783-ൽ, 1785-ൽ, 1787-ൽ നിരവധി വിളംബരങ്ങൾ പുറപ്പെടുവിച്ച ടിപ്പുവിനെയാണ് ഇவ்விധം മതഭ്രാന്തനായ ആംഗല സാമ്രാജ്യം ചിത്രീകരിക്കുന്നത്. ടിപ്പുവിനെ മതഭ്രാന്തനായി ചിത്രീകരിക്കുന്ന പിന്നിൽ ചരിത്രപരമായ ഒരു കാരണം PK ബാലകൃഷ്ണൻ കണ്ടെത്തുന്നുണ്ട്. കേരളത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ്യ ഗ്രാമ്യ വ്യവസ്ഥയുടെ അടിത്തറയിളക്കുന്നതിൽ ടിപ്പുവിൻ്റെ സാന്നിധ്യം പ്രേരണയായി തീർന്നതായി ബാലകൃഷ്ണൻ ചരിത്രപരമായി നിരീക്ഷിക്കുന്നു. ജന്മം ഭൂമി, നമ്പൂതിരി ഗുരു, ദേശവാഴി, നായർ സൈന്യം എന്നിങ്ങനെ നിലനിന്ന വ്യവസ്ഥയിൽ ഇടപെട്ട മൈസൂരിൻ്റെ നടപടികളിലൂടെ റവന്യൂ ഭരണം കേന്ദ്രീകൃത രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ കൃഷിക്കാരുമായി നേരിട്ട് സംഘടിതമായി. ഇതിൻ്റെ ഫലമായി ജന്മിത്വ വ്യവസ്ഥയ്ക്ക് ഒട്ടാകെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. സവർണജാതികളുടെ സമാന പദവികൾക്ക് നേരിട്ട ക്ഷതവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണമായി PK ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നുണ്ട്. ഇത്തരമൊരു നിരീക്ഷണം കേരളത്തിൽ PKB അല്ലാതെ ആരും നിരീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ ശൂദ്രബ്രാഹ്മണ സാമൂഹ്യ ജീവിത വ്യവസ്ഥയ്ക്ക് സംഭവിച്ച അഴിഞ്ഞിളക്കം നിലനിന്ന സാമൂഹ്യ സംവിധാനത്തിൻ്റെ ഘടനയെ ആധുനികമായ രീതിയിൽ പരിഷ്കരണത്തിന് വിധേയമാവുന്ന വിധത്തിലാണ് പരിണമിച്ചെത്തിയത്. സവർണജാതികൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ സംഘടിക്കപ്പെട്ട വ്യവസ്ഥയെ അടിമുടി ഉടയ്ക്കാനിടയാക്കിയ ടിപ്പുവിൻ്റെ പരിഷ്കാരങ്ങളിൽ ബ്രാഹ്മണ്യ വ്യവസ്ഥയുടെ സംരക്ഷകർ ഭയാശങ്കകൾ വെച്ച് പുലർത്തിയതിന് കാരണവും മറ്റൊന്നല്ല. ടിപ്പുവിൻ്റെ വരവിനെ കേരള രാജ്യത്തെ ബാധിച്ച ശനിയായി AR രാജരാജവർമ്മ
ആംഗല സാമ്രാജ്യത്തിൽ അവതരിപ്പിക്കുന്നു. ഏഴരശനി, കണ്ടകശനി എന്നൊക്കെ പറയുമല്ലോ. സാങ്കത്യവും ഇത് തന്നെയാണ്. ബ്രാഹ്മണ്യ ജീവിത വ്യവസ്ഥയ്ക്കെതിരായ പരിഷ്കരണോദ്യമങ്ങളെ കടപുഴക്കി എറിഞ്ഞ് യാഥാസ്ഥിതിക തൽസ്ഥിതി പുലർത്താൻ ആഗ്രഹിക്കുന്ന ചരിത്രദൃഷ്ടിയുടെ വക്താക്കൾ ഒരു മതഭ്രാന്തനായി ടിപ്പുവിനെ ചിത്രീകരിച്ചതിൻ്റെ ലക്ഷ്യം അതിൽ അന്തർലീനമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. PKB പറയുകയാണ്, കേരളം എന്ന് പറഞ്ഞാൽ നായന്മാരാണെന്ന് നൈസർഗികമായി ധരിക്കുന്നത് കൊണ്ടാണ്, അങ്ങനെ ധരിച്ചത് കൊണ്ടാണ് ഈ കാലഘട്ടത്തിൻ്റെ ചരിത്രം നമ്മുടെ ചരിത്രകാരന്മാർക്ക് ലഹളയും മർദ്ദനവും മതഭ്രാന്തും മാത്രമായത് എന്ന് PK ബാലകൃഷ്ണൻ നിരീക്ഷിക്കുന്നുണ്ട്. ഈ നിരീക്ഷണം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട AR രാജരാജവർമ്മയും മറ്റു ബ്രിട്ടീഷ് ചരിത്രകാരന്മാരും പിൻപറ്റിയ അധിനിവേശത്തെയും ബ്രാഹ്മണ്യ വ്യവസ്ഥയെയും സാധൂകരിക്കുന്ന നിലപാട് തറകളെ ചോദ്യം ചെയ്യുന്നവയാണ്. കോലവംശം, പർപ്പവംശം മുതലായ രാജവംശത്തിലെ അംഗങ്ങളും പ്രഭുക്കളും ബ്രാഹ്മണരും സർവ്വപേക്ഷിച്ച് വഞ്ചിരാജാവിനെ ശരണം പ്രാപിച്ചുവെന്ന് അത്യുക്തി കലർന്ന ചരിത്രഭാഷ അവതരിപ്പിക്കുന്ന ആംഗല സാമ്രാജ്യം എന്ന ചരിത്ര കാവ്യം ടിപ്പുവിൻ്റെ മൈസൂർ ഇടപെടലുകളുടെ സാമൂഹിക ജീവിതത്തെ എങ്ങനെയാണ് നിർണയിച്ചത് എന്ന് അന്വേഷിക്കുന്നതേയില്ല. ശൂദ്രബ്രാഹ്മണ ജാതി വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ച സാമൂഹ്യ അസമത്വ ശ്രേണീകരണ വ്യവസ്ഥയുടെ തകർച്ചയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിച്ച പ്രശ്നമായി അത്യതിശയത്തോടെ ടിപ്പുവിനെ മുൻനിർത്തി അവതരിച്ചു. യഥാർത്ഥത്തിൽ കേരളത്തിലെ ദളിതർക്കോ ബഹുജനങ്ങൾക്കോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പ്രശ്നം ഉണ്ടായത് ആർക്കാണ്? ജാതി വ്യവസ്ഥയെ മറികടക്കാൻ മടിയുള്ള ശൂദ്രബ്രാഹ്മണ ജാതി വിഭാഗങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പം ടിപ്പുവിൻ്റെ സ്വാധീനം മലബാർ ചരിത്രത്തെ സൃഷ്ടിച്ച ധനാത്മകമായ വശങ്ങളെ മറച്ചു വെക്കുകയും കേരളത്തെ ആധുനികവൽക്കരണത്തിൻ്റെ പാതയിൽ മുൻപോട്ടെടുത്ത റോഡുകളുടെ നിർമ്മാണം ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ റോഡ് പണിക്കായിട്ട് കുറച്ച് ആളുകളെ വിട്ടുതരണമെന്ന് പറഞ്ഞപ്പോൾ തിരുവിതാംകൂർ സർക്കാർ പറഞ്ഞത് മുറജപം നടക്കുകയാണ്, ഒറ്റ ഒരാളെ വിട്ടുതരാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥാവിശേഷമാണ്. സ്ത്രീകളെ മാറുമറയ്ക്കുവാനും കുപ്പായം ധരിക്കുവാനും അനാചാരങ്ങൾ ഒഴിവാക്കുവാനും ടിപ്പു സുൽത്താൻ പുറപ്പെടുവിച്ച കൽപ്പനകൾ ഫ്യൂഡൽ വർഗങ്ങൾ മതപരിവർത്തനമായിട്ടാണ് വിലയിരുത്തിയതെന്ന് ചരിത്രകാരനായ ഡോക്ടർ KKN കുറുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. ആധുനികവൽക്കരണത്തിൻ്റെ ശ്രമങ്ങൾ പരമ്പരാഗത സമൂഹത്തിൽ സൃഷ്ടിച്ച ആഘാതങ്ങളെ വരേണ്യ സവർണ സമൂഹങ്ങൾ മതഭ്രാന്തായി ചിത്രീകരിച്ചത് എന്ന് സാരം. ടിപ്പുവിനെ ഭയന്ന് ജീവനും കൊണ്ട് ഓടിപ്പോരുന്നവർ ഓട്ടത്തിന് ന്യായീകരണമായിട്ടെങ്കിലും നടക്കുന്ന ഭയങ്കരതകൾ പറയാൻ ബാധ്യതപ്പെട്ടവരാണ്. കണ്ടിട്ട് പറയാമെന്ന് വെച്ചാൽ കാണാൻ നിന്നാൽ ഓടാൻ പറ്റില്ല. PKയുടെ വരികൾ കാണാൻ നിന്നാൽ ഓടാൻ പറ്റില്ല എന്ന് തെളിവുകളുടെ അഭാവത്തിൽ ടിപ്പുവിനെ മതഭ്രാന്തനായി ചിത്രീകരിക്കുന്ന കാഴ്ചപ്പാടുകളെ PK ബാലകൃഷ്ണൻ നിശ്ചിതമായി വിമർശിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ശ്ലോകത്തിലേക്ക് വരികയാണ്. PKB എങ്ങനെയാണ് അനന്യനായ ചരിത്രകാരനാകുന്നത്? ശ്ലാഘ്യസേവ ഗുണവാൻ രാഗദ്വേഷ ബഹിഷ്കൃത ഭൂതാർത്ഥ കഥനേയസ്യ സ്തേയസ്യേവ സരസ്വതി എന്ന കൽഹണൻ്റെ രാജതരംഗിണിയിലെ ശ്ലോകങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ സ്നേഹത്തിൻ്റെയോ ദ്വേഷത്തിൻ്റെയോ പ്രേരണയ്ക്ക് ഒട്ടും വശംവദനാകാതെ ഒരു ന്യായാധിപൻ്റെ വിധിവചസ് പോലെ ഗതകാല സംഭവങ്ങളെ രേഖപ്പെടുത്തുന്ന മഹാമനസ്കനായ ഒരു വിശാല ചരിത്രകാരനാണ് PKB എന്ന് നമുക്ക് നിസ്സംശയമായിട്ടും കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഈ ചരിത്ര ധാരണകൾ, PKB അവതരിപ്പിക്കുന്ന ചരിത്ര ദർശനങ്ങൾ അടിസ്ഥാനപരമായി കേരളത്തിലെ, ഇന്ത്യയിലെ അവർണ ജനതയുടെ, ദളിത് ജനതയുടെ, പിന്നോക്കം പോയ ജനവിഭാഗങ്ങളെ മുന്നോട്ടെടുക്കുന്ന പ്രത്യയശാസ്ത്രപരമായ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മഹത്തായ മൂല്യങ്ങളെ ഉദ്ഭാവനം ചെയ്യുന്ന ചരിത്ര ദർശനങ്ങളാണ് PKB അവതരിപ്പിച്ചത്. അതുവഴി കേരളത്തിന് ഒരു പുതിയ ചരിത്ര പഠനത്തിൻ്റെ പാത തുറക്കുകയാണ് യഥാർത്ഥത്തിൽ PK ബാലകൃഷ്ണൻ ചെയ്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് സാഹിത്യ അക്കാദമി ഇന്നിവിടെ സംഘടിപ്പിച്ച PK ബാലകൃഷ്ണൻ അനുസ്മരണ സെമിനാർ എന്നത് തീർത്തും ഉചിതം എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനോടുള്ള മഹത്തായ ആദരവാണ് എന്ന് കാണുന്നു. അദ്ദേഹത്തിൻ്റെ മഹത്തായ ചരിത്ര രചനകൾക്ക് മുമ്പിൽ ഏറ്റവും വിനീതനാവുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്ര രചനകളെ, ചരിത്രപരമായ കാഴ്ചപ്പാടുകളെ മുന്നോട്ടെടുക്കേണ്ട ബാധ്യത കേരള സമൂഹത്തിനുണ്ട്. കേരള സമൂഹത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന ഹിന്ദുത്വവാദപരമായ കാഴ്ചപ്പാടുകളെ പിൻപറ്റി
കൂടുതൽ സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഫ്യൂഡൽ നാടുവാഴിത്ത ജാതിജന്മിത്ത മൂല്യവ്യവസ്ഥകളിൽ നിന്നൊക്കെ നമുക്ക് മുക്തമാകണമെങ്കിൽ PKBയുടെ ചരിത്രപരമായ പഠനങ്ങളെ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഇത്തരം വേദികൾ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. ഇത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച സാഹിത്യ അക്കാദമിയുടെ ഭാരവാഹികൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അർപ്പിക്കുന്നു. ഏവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.